പണ്ടത്തെ നമ്മുടെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് ഡിഗ്രി പഠിക്കുക, PG പഠിക്കുക, പിന്നെ ജോലിക്ക് വേണ്ടി വീണ്ടും പഠിക്കുക. ആക്ച്വൽ സ്കിൽസ് നമ്മൾ പഠിക്കുന്നത് ജോലി കിട്ടിയ ശേഷം മാത്രമാണ്. പക്ഷേ ഇപ്പം സാഹചര്യം മാറുന്നു. ഇന്നത്തെ ലോകത്ത് ജോലിക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽസ്, പ്രാക്ടിക്കൽ, ട്രെയിനിങ് അതൊക്കെ തന്നെയാണ് SLBS മാർക്സ് ലാൻഡ്സ് നമുക്ക് നൽകുന്നത്. നമസ്കാരം. SLBS ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മിസ്റ്റർ ജിസ് മാത്യു ആണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം സർ. എന്താണ് SLBS? SLBS എന്ന് പറഞ്ഞാൽ സ്കൂൾ ഫോർ ലേണിംഗ് ആൻഡ് ബിസിനസ് സ്റ്റഡീസ് എന്നാണ്. നമ്മൾ 2020 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി 6 വർഷം നമ്മൾ ഈ ഒരു ഫീൽഡിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെ സർട്ടിഫൈഡ് പ്രോഗ്രാംസ് ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്? പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ ലോജിസ്റ്റിക്സ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, വെയർഹൗസ് മാനേജ്മെൻറ്റ്, HR മാനേജ്മെൻറ്റ്, ഫാഷൻ ഡിസൈൻ. അതിന് വേറൊരു സ്ട്രീമായിട്ട് തന്നെ മാർക്ക്ലാൻഡ് സ്കൂൾ ഓഫ് ഫാഷൻ എന്നൊരു സ്ട്രീമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ IT കോഴ്സുകൾ. ഇത്രയും കോഴ്സുകളാണ് പ്രധാനമായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത്. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ യൂണിക് ആക്കുന്നത് എങ്ങനെയാണ് സർ? വളരെ യുണീക്കായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ലോജിസ്റ്റിക്സിൽ നമ്മൾ കൊടുക്കുന്നത് CILT എന്ന് പറയുന്ന UK സർട്ടിഫയിങ് ബോഡിയുടെ സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. മറ്റ് കോഴ്സുകൾക്കാണെങ്കിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ UPS യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഫോറിൻ സർട്ടിഫയിങ് ബോഡീസ് ആയിട്ടുള്ള FICS ഫോറം ഫോർ ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് സ്കോളേഴ്സ്, അതുപോലെ അമേരിക്കൻ ബോർഡ് ABE ഇവരുടെ സർട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് കൂടാതെ ആഡ് ഓൺ ആയിട്ട് TUV സുഡിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എഗെയിൻ ദാറ്റ് ഇസ് എ നെതർലാൻഡ് ബേസ്ഡ് സർട്ടിഫിക്കേഷൻ ബോഡി. SLBSൻ്റെ ആഡ് ഓൺ പ്രോഗ്രാമുകൾ അതെന്തൊക്കെയാണ്? ആഡ് ഓൺ പ്രോഗ്രാംസ് എന്നതിനേക്കാളുപരി ഇന്ന് നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികളെ ഇൻഡസ്ട്രി റെഡിയാക്കാനായിട്ടുള്ള പ്രോഗ്രാംസാണ് നമ്മുടെ ഉള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു എംപ്ലോയബിലിറ്റി സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്. ഇന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ളൊരു കുറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയുന്നില്ല. അപ്പോൾ ഇൻഡസ്ട്രി റെഡിയാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമാണ് എംപ്ലോയബിലിറ്റി സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം. ഇതോടൊപ്പം തന്നെ നമ്മളവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് കൊടുക്കുന്നു. എങ്ങനെ നന്നായിട്ടൊരു ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യണം എന്നറിയണമെങ്കിൽ അവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ആവശ്യമുണ്ട്. കാരണം കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള കമ്പനികൾ റിക്രൂട്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്കും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിക്വയർമെൻറ്റ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന കുട്ടികളാണ്. ഈ ഒരു ട്രെയിനിങ്ങാണ് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്ങിലൂടെയും അത് കഴിഞ്ഞിട്ടുള്ള മോക്ക് ഇൻ്റർവ്യൂ സെഷനിലൂടെയും കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള MS ഓഫീസ് സ്കിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. AI ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഉണ്ട്. നമ്മുടെ എല്ലാ കോഴ്സുകളുടെ ഒപ്പം തന്നെ AI ഇൻ്റഗ്രേറ്റഡ് ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത്രയുമൊക്കെ നമ്മുടെ ആഡ് ഓൺ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോഗ്രാംസാണ്. മാത്രമല്ല ഇവിടെ നടക്കുന്ന പല പ്രോഗ്രാംസും കോർഡിനേറ്റ് ചെയ്യുന്നതും നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ നല്ലൊരു മാനേജ്മെൻറ്റ് എബിലിറ്റീസും ഇതോടുകൂടി കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ പ്രോഗ്രാംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. SLBSൻ്റെ പ്ലേസ്മെൻറ്റ് പ്രോഗ്രാമുകൾ അതെന്തൊക്കെയാണ്? ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ സർട്ടിഫിക്കേഷൻസ് പറഞ്ഞല്ലോ. നമ്മൾ നല്ല നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിൽ നല്ല വാല്യുള്ള സർട്ടിഫിക്കേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ സർട്ടിഫിക്കേഷനിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം കുട്ടികൾക്ക് മനസ്സിലാകണമെങ്കിൽ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇൻഡസ്ട്രി എക്സ്പേർട്സ് നമുക്ക് ഉണ്ട്. ഓരോ ഫീൽഡിലും ആ ഫീൽഡിൽ തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പല വർഷം കോർപ്പറേറ്റ് വേൾഡിൽ നിന്നും നമ്മുടെ ഓരോ കോഴ്സിനും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ലോജിസ്റ്റിക്സിലാണെങ്കിൽ നിയർലി 25 years എക്സ്പീരിയൻസ് ആണ് നമ്മൾ ലോജിസ്റ്റിക്സ് ഹെഡ് ചെയ്യുന്ന സന്തോഷ് സാറിനുള്ളത്. ഓയിൽ ആൻഡ് ഗ്യാസിലാണെങ്കിൽ റിഫൈനറി പെട്രോകെമിക്കൽ ഫീൽഡിലും റിഗിൻ്റെ ഫീൽഡിൽ നിന്നും വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഫാക്കൽറ്റീസാണ് ഈ കോഴ്സ് ലീഡ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ലീഡ് ചെയ്യുന്ന ഒരു ഡോക്ടർ തന്നെയാണ്. വെയർഹൗസ് മാനേജ്മെൻറ്റിലും എക്സ്പേർട്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് വന്നിരിക്കുന്നത്. കമ്പനീസിൻ്റെ HR മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന HR മാനേജേഴ്സാണ് നമ്മുടെ HR മാനേജ്മെൻറ്റ് കോഴ്സ് ലീഡ് ചെയ്യുന്നത്. ഫാഷൻ ഫീൽഡിൽ റാമ്പ് വാക്ക് ചെയ്ത് പല റാമ്പ് വാക്ക് എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റിയാണ് ഫാഷൻ ലീഡ് ചെയ്യുന്നത്. IT പ്രോഗ്രാംസ് മറ്റ് കമ്പനികൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ഒരു IT മാനേജറാണ് IT കോഴ്സുകൾ ഡെവലപ്പ് ചെയ്ത് ആ കോഴ്സുകൾ ഇവിടെ സ്റ്റുഡൻസിന് വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഫീൽഡിലും നമ്മളുടെ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ്, ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ
ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് കിട്ടുന്നതോടുകൂടി തന്നെ കുട്ടികൾക്കൊരു ഇൻഡസ്ട്രി ഡിസ്കണക്റ്റ് ഫീൽ ചെയ്യില്ല. ചെയ്തു കഴിഞ്ഞു ഉടനെ തന്നെ ഇൻഡസ്ട്രിയിലേക്ക് അവർ ഇവിടെ ചെയ്തതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. പതിനഞ്ചോളം ക്ലാസ്സുകളിലാണ് നമ്മുടെ ടീച്ചിങ് നടക്കുന്നത്. നമുക്ക് ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ ക്ലാസ് പരിചയപ്പെടാം. രാജ്യത്തിന്റെ പുറത്തേക്കോ രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ കൺട്രിയുടെ ബോർഡർ പുറത്തേക്ക് പോയാലും അല്ലെങ്കിൽ ബോർഡറിന്റെ അകത്തേക്ക് വന്നാലും വെറും സപ്ലൈ ചെയ്യാനായിരിക്കില്ല, ഗ്ലോബൽ ലെവലായിരിക്കും. SLBSനെ യൂണീക്കാക്കി മാറ്റുന്നത് SLBS കൊടുക്കുന്ന ട്രെയിനിങ് തന്നെയാണ്. SLBSൻ്റെ പ്രോഗ്രാംസ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു സ്ഥാപനത്തിനും ഇല്ലാത്ത അത്രയും നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വേറൊരു സ്ഥാപനം കൊടുക്കാത്തത്ര ലാബ് ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കുന്നു. അത് ഓയിൽ ആൻഡ് ഗ്യാസിലായിക്കോട്ടെ, ലോജിസ്റ്റിക്സിലായിക്കോട്ടെ, IT കോഴ്സുകളിലായിക്കോട്ടെ, അത്രയും നല്ല ട്രെയിൻഡ് സ്റ്റാഫിനെ വെച്ചിട്ട്, ഫെസിലിറ്റി വെച്ചിട്ട്, ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. അതുതന്നെ SLBSനെ ഒരു യൂണീക്കാക്കി നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ SLBSൻ്റെ വിഷൻ, നമ്മുടെ വിഷൻ എന്തൊക്കെയാണ് സാർ? കേരളത്തിൻ്റെ ആയാലും ഇന്ത്യയുടെ ആയാലും അടുത്ത 5, 10, 25 വർഷം മുന്നിലേക്കാണ് നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇനി അടുത്ത വർഷങ്ങളിലേക്ക് നമുക്കറിയാം നമ്മുടെ ഇവിടെ പലതരം വികസന പ്രവർത്തനങ്ങൾ വരികയാണ്. നമ്മൾ കേരളത്തിനൊരു വളരെ വലിയൊരു തീരദേശ മേഖലയുണ്ട്. അപ്പോൾ ഒട്ടനവധി പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്രോഗ്രാമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിലേക്ക് റിക്വയർഡ് സ്കിൽസുള്ള ഒരു മാൻ പവറിനെ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഇനി അടുത്ത ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെ വേണ്ട ഒരു മാൻ പവറിനെ നമ്മൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? കഴിഞ്ഞ കാലം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ആളുകൾ പഠിച്ച് ഡിഗ്രി, PG, PhD അങ്ങനെ ഒരു സ്ട്രീമിലേക്കായിരുന്നു ഇതുവരെയുള്ള തലമുറ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല. ഇനിയുള്ള തലമുറ ഫോക്കസ് ചെയ്യേണ്ടത് ഓരോ തൊഴിലിനും ആവശ്യമുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു സ്കിൽ ബേസ്ഡ് ട്രെയിനിങ് ആണ് SLBS പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് ഫീൽഡിലാണെങ്കിലും നമുക്ക് പോർട്ടുകൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും ലോജിസ്റ്റിക്സ് വെയർഹൗസ് ഫീൽഡ് അത് വളരെയധികം എക്സ്പാൻഡ് ചെയ്യും. ആ ഒരു ഫീൽഡിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള സ്കിൽ സെറ്റുള്ള ആളുകൾ നമുക്കിവിടെ വേണം. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഇവിടെ ഫ്യൂവലിൽ വളരെ ഒരു ചേഞ്ച് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ E20 ഫ്യൂവലിലേക്ക് മാറിക്കഴിഞ്ഞു. മാത്രമല്ല ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഫ്ലെക്സ് ഫ്യൂവലും E85ഉം ഈവൻ E100 അതായത് പെട്രോളിന് പകരം വേറെ ചില ഫ്യൂവൽസ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ സ്കില്ലായിട്ടുള്ള ആളുകൾ വേണം. ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്സ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഫാഷൻ ഡിസൈനിൽ വളരെയധികം ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഓരോ ഫീൽഡിലും നല്ല സ്കില്ലുള്ള ആളുകളെ ഡെവലപ്പ് ചെയ്യുക, ഈ ഉള്ള സ്കില്ലുള്ള ആളുകളെ വാർത്തെടുക്കുക എന്നൊരു വിഷനാണ് നമുക്കുള്ളത്. അപ്പോൾ അടുത്ത ഒരു 25 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല പ്രൊഫഷണലുകളെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം, നേരത്തെ നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ പല ഡിപ്ലോമ പ്രോഗ്രാംസ് വഴിയാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിൻ്റെ പേര് തന്നെ പ്രൊഫഷണൽ പ്രോഗ്രാം എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കില്ലുള്ള പ്രൊഫഷണലുകളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടത്. ഈ ഒരു ഫീൽഡിലായിരിക്കും SLBS കോൺസെൻട്രേറ്റ് ചെയ്യുകയും അടുത്ത തലമുറയെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നത്. SLBSൻ്റെ പ്ലേസ്മെൻറ്റ് പ്രോഗ്രാമുകൾ അതെന്തൊക്കെയാണ്? കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കോഴ്സ് പഠിച്ചിറങ്ങുന്നതിൻ്റെ വളരെ പെട്ടെന്ന് തന്നെ ഈവൻ വിത്തിൻ 1 വീക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുള്ളി ഫങ്ഷണലായിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റേതായ ഒരു പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അത് ലോജിസ്റ്റിക്സിനായിക്കോട്ടെ, ഓയിൽ ആൻഡ് ഗ്യാസിനായിക്കോട്ടെ, ഹോസ്പിറ്റലിനായിക്കോട്ടെ, സഫീഷ്യൻറ്റ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് ഓഫീസേഴ്സ് ഇവിടെയുണ്ട്. നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഫീൽഡിൽ ഏറ്റവും നല്ല ജോലി പ്രൊവൈഡ് ചെയ്യുന്ന നല്ല കമ്പനീസാണ്. ഈ ഒരു കമ്പനീസ് ആയിട്ട് ആദ്യം തന്നെ ഈ കമ്പനീസിൽ നമ്മുടെ ഒരു പ്ലേസ്മെൻറ്റ് ഓഫീസർ കമ്പനിയുടെ HR മാനേജറെ കോൺടാക്റ്റ് ചെയ്യും. അവരുടെ റിക്വയർഡ് വേക്കൻസീസ് നമ്മൾ കളക്ട് ചെയ്യും. ഈ വേക്കൻസീസ് നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്യും. സ്റ്റുഡൻസിന് ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ CV പ്രോസസ് ചെയ്യുന്നു. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻ്റർവ്യൂവിലേക്ക് നടക്കുന്നു. ചില ഇൻ്റർവ്യൂ നമ്മുടെ ക്യാമ്പസിൽ വെച്ച് തന്നെ നമുക്ക് നടത്താറുണ്ട്. ചില ഇൻ്റർവ്യൂസിന് സ്റ്റുഡൻസ് ആ കമ്പനിയിലേക്ക് ട്രാവൽ ചെയ്യേണ്ടത് വരും. ചില ഇൻ്റർവ്യൂസ് ഓൺലൈനായിട്ടായിരിക്കും നടക്കുക, ചിലത് ഓഫ്ലൈനായിട്ടായിരിക്കും നടക്കുക. ഇങ്ങനെ വ്യത്യസ്തമായൊരു ഹൈബ്രിഡ് മോഡലിലൂടെ നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനെയും നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കഴിഞ്ഞ ഒരു 6 വർഷത്തിൽ നമുക്ക് ഏകദേശം 1000കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങി പോയ എല്ലാ കുട്ടികളെയും
വളരെ സക്സസ്ഫുള്ളായിട്ട് നല്ല നല്ല കമ്പനികളിൽ പ്ലേസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് SLBSൻ്റെ ഒരു ഹൈലൈറ്റ്. SLBSയുടെ ബ്രാഞ്ചുകൾ നിലവിൽ എവിടെയൊക്കെയുണ്ട്? SLBS പ്രധാനമായിട്ട് SLBSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഓഫീസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എറണാകുളത്ത് പാലാരിവട്ടത്താണ്. നമ്മുടെ പ്രധാന ക്യാമ്പസ് എന്ന് പറയുന്നത് വൈറ്റിലെ ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. 15,000+ സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള വളരെ ബൃഹത്തായിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അനേകം ക്ലാസ് റൂംസും ലാബ് ഫെസിലിറ്റീസും എല്ലാം ഉള്ളത് എറണാകുളത്തെ വൈറ്റിലെ ക്യാമ്പസിലാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോടും ഫുള്ളി ഫങ്ഷണൽ ആയിട്ടൊരു ക്യാമ്പസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അധികം സമയം വൈകാതെ തന്നെ കേരളത്തിലെ മറ്റ് സിറ്റീസിലേക്കും കേരളത്തിന് പുറത്തും നമ്മുടെ ബ്രാഞ്ചസ് എത്തിക്കാനാണ് അടുത്ത നമ്മുടെ പ്രോഗ്രാം. ചതുരശ്ര അടി വിസ്തൃതിയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രമുഖ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നായ SLBS മാർക്ക്ലാൻഡ്സ് വിദ്യാർത്ഥികൾക്ക് ഒരു കോഴ്സ് മാത്രമല്ല, ഒരു സമ്പൂർണ്ണ കരിയർ പാതയാണ് നൽകുന്നത്. മാറുന്ന ലോകത്തിനനുസരിച്ച് AI ഇൻ്റഗ്രേറ്റഡ് സിലബസും യഥാർത്ഥ കോളേജ് ലൈഫ് അനുഭവവും ഇവിടെ ലഭ്യമാണ്. 10 വർഷത്തെ വിശ്വാസവും അനുഭവവും കൈവശമാക്കി എറണാകുളത്തിൽ വൈറ്റിലെയും പാലാരിവട്ടവും ഉൾപ്പെടെ 2 ക്യാമ്പസുകളിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ മികച്ച പ്രൊഫഷണലുകളാക്കി മാറ്റിയതാണ് ഈ സ്ഥാപനം. ഇവിടെ ലഭ്യമായ കോഴ്സുകൾ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡേർഡിലുള്ളതും ഇന്നത്തെ ജോബ് മാർക്കറ്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുമാണ്. ഓയിൽ ആൻഡ് ഗ്യാസ്, വെയർഹൌസ് മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, HR മാനേജ്മെന്റ് കൂടാതെ വിവിധ IT കോഴ്സുകൾ. ഇൻഡസ്ട്രി എക്സ്പേർട്സിന്റെ മേൽനോട്ടത്തിൽ സ്കിൽ ബേസ്ഡ് കരിക്കുലം വഴി തിയറിക്കൊപ്പം പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനും സമാന പ്രാധാന്യം നൽകുന്നു. പഠനകാലത്ത് തന്നെ പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള അവസരവും കോഴ്സ് കഴിഞ്ഞാലും ലൈഫ് ടൈം കരിയർ സപ്പോർട്ടും ഇവിടെ ലഭ്യമാണ്. ഇതിനോടകം തന്നെ 25,000 വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിൽ ജോലി നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കരിയർ സുരക്ഷിതമാക്കാനും ഭാവി ഉറപ്പാക്കാനും SLBS മാർക്ക്ലാൻഡ്സ് ഒരു വിശ്വസനീയമായ ചോയ്സാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വൈറ്റിലയിലോ പാലാരിവട്ടത്തിലോ ഉള്ള ക്യാമ്പസുകളിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക. കേരളത്തിലെ 47-ലധികം പ്രമുഖ കോളേജായി B2B അസോസിയേഷൻ SLBS മാർക്ക്ലാൻഡ്സ് ഉണ്ട്. കൂടാതെ ഗവൺമെന്റ് അംഗീകൃത ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് SLBS മാർക്ക്ലാൻഡ്സ്.